മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രചോദനങ്ങൾ വളരെ സഹായകമാണ്. പതിവ് പോലെ ഇന്നും നമ്മളോടൊപ്പം വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾ. എല്ലാ അമ്മമാരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭകാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങൾ നമ്മുടെ അമ്മമാർക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? ഓക്കെ, ഈ ഗർഭകാലഘട്ടം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായൊരു പ്രശ്നം മൂലം ഡിവോഴ്സായ ഒരു കേസ് എൻ്റെ അടുത്തിടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഈ ഗർഭകാലത്ത് എന്തിനാ ഡിവോഴ്സായി എന്നല്ലേ. ഇത്രയേ ഉള്ളൂ, ബേബി ഷവർ നടത്തിയില്ല. അപ്പോൾ ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഒരു 7-ാം മാസത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ കുറേ അച്ചപ്പവും പിന്നെ ചീപ്പപ്പൊക്കെ കൊണ്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി പിന്നെ അങ്ങ് പോയി അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയ ഇപ്പം തോന്നണില്ലേ ഇപ്പോഴെങ്ങാനും മതിയായിരുന്നു ഇതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ബേബി ഷവർ നടത്തിയില്ല. അത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിരുന്നു നടത്തേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അതെന്തിനാ അങ്ങനെയൊക്കെ വലിയ ആഘോഷവും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയും കൂടി ആയിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്പോണ്ടേനിയസ് അബോർഷനായി പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് 5-ാം മാസം 7-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സംഭവം. അപ്പോൾ അന്നാ ഈ ഒരു പെൺകുട്ടി ഇത് വേണ്ട രീതിയിൽ ഭർത്താവിനോട് അവതരിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം നടന്നില്ല. വീട്ടിലേക്ക് പോയി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണ് പറഞ്ഞു ഞാനിനി ആ വീട്ടിലേക്കില്ല. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ജോലിയും സാമ്പത്തിക സ്ഥിതിയും മാനസിക കേപ്പബിലിറ്റിയൊക്കെ എനിക്കുണ്ട്, ഇനി ഞാൻ പോണില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അതവർ എനിക്ക് ബേബി ഷവർ നടത്തിയില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് വളരെ ഉല്ലാസം നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമാണ് അത് നടത്താത്തത് കൊണ്ട് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ഡിവോഴ്സ് വേണം എന്നൊക്കെ ശഠിക്കുന്നവർ. അപ്പം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഒരു ദാനമാണ് അല്ലേ ഒരു കുഞ്ഞിനെ സ്വന്തം വയറ്റിൽ പേറിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പുറത്തായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മുഖം നോക്കി ജീവിക്കുന്നത് പോലെ തന്നെയാണ് അമ്മ ഒരു കാലഘട്ടത്തിലും ആവേണ്ടത്. പ്രത്യേകിച്ച് ഗർഭകാലത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് മാനസികമായിട്ടുള്ള ഉല്ലാസത്തിലായിരിക്കേണ്ടതും ഒരു ദൈവികമായിട്ടുള്ള അല്ലെ ദൈവം തന്ന ഒരു കുഞ്ഞ് എൻ്റെ ശരീരത്തിലുണ്ട് എന്ന ഒരു ബോധ്യത്തിലൊക്കെ ജീവിക്കേണ്ടത് ഒരു അമ്മയാണ്. അപ്പോൾ പുറമേ നിന്ന് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള സന്തോഷം ലഭിക്കുമെങ്കിലും ഒരു അമ്മയായിരിക്കണം പോസിറ്റീവ് തോട്ട്സ്, നമ്മൾ പറയും പോസിറ്റീവ് ഹാർമോണി, ഒരു ഹാർമോണിയസ് ലൈഫൊക്കെ. അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പുറത്തുനിന്നൊക്കെ ഉണ്ടാവും. എങ്കിലും ഒരു അമ്മയുടെ മനസ്സാണ്, അമ്മയുടെ ശരീരമാണ് കുഞ്ഞുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയും ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റേഷൻ, അതായത് ആ ഒരു സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അവിടെ പ്രത്യേകിച്ച് നമുക്ക് വരേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഹോർമോണൽ ഇംബാലൻസസ് വരുന്നത് കൊണ്ട് തന്നെ ആങ്സൈറ്റി കൂടാനാണ് ചാൻസ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ. ഒരു കുഞ്ഞ് ഇപ്പോൾ പണ്ടൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിയിൽ മാന്ദ്യം വരിക, ശാരീരിക വൈകല്യങ്ങൾ വരിക, അതൊക്കെ കുറച്ചുകൂടി റെയർ കേസായിരുന്നു. അത്ര അമ്മമാർക്കൊരു പേടിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് വളരെ പേടിയുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിസ്റ്ററെ, അമ്മമാർക്ക് ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ സാധാരണയായിട്ട് കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ്, അതായത് പെരുമാറ്റ വൈകല്യങ്ങൾ, വൈകാരിക വൈകല്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരു ചൈൽഡ് ആൻഡ് അഡോളസൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടിയാണ് പോകുന്നത്. കാരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ വൈകാരിക സമ്മർദ്ദങ്ങൾ അവരുടെ അക്കാഡമിക്കൽ സിസ്റ്റത്തെ ബാധിക്കുന്നു, കുടുംബത്തെ ബാധിക്കുന്നു, അത് സമൂഹത്തെ ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല കേസുകളും ഞാൻ എടുക്കുമ്പോൾ, സാധാരണ കുട്ടികളുടെ കേസസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രീ ടൈം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. പ്രീ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭകാല അവസ്ഥ, അതായത് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അമ്മമാരോട്, ഈ ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിലൊരു വൈകാരിക ഒരു ഒരു സന്തോഷമുണ്ടായിരുന്നോ, അത് സമ്മർദ്ദം നിറഞ്ഞതായിരുന്നോ, നിങ്ങളൊരു എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണോ ഈ കുഞ്ഞുണ്ടാകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇത് കുട്ടികൾ ജനിച്ചതിന് ശേഷം ബാല്യകാലത്തിൽ കുഞ്ഞുങ്ങളുടെ പിരിവിരിപ്പ് രോഗം, അതുപോലെ തന്നെ കുട്ടികളുടെ ആങ്സൈറ്റി, പഠന വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ, ഈവൺ ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ പോലും, എന്ന് വെച്ചാൽ അമ്മമാരുടെ വൈകാരിക അവസ്ഥയാണ് കുട്ടികളിലെ പ്രശ്നം ഉണ്ടായത് എന്ന് തീർത്തും 100% പറയുകയല്ല. പക്ഷേ ഇതിന് സാരമായ ഒരു റിലേഷനുണ്ട്. അപ്പം തീർച്ചയായിട്ടും അമ്മമാർക്ക് ആ ഒരു സമയത്തുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സന്തോഷം, നല്ലൊരു അനുഭവം കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റിയെ, ക്യാരക്ടറിസ്റ്റിക്സിനെ, അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഗർഭാവസ്ഥയിൽ ഒരു ഗർഭിണിക്ക് മാത്രമല്ല ആ കുഞ്ഞിനോടുള്ള ഉത്തരവാദിത്വമുള്ളത്, മറിച്ച് ആ ഒരു കുഞ്ഞ് ആ കുടുംബത്തിൻ്റേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന ദാനം കയ്യേറ്റ് വാങ്ങുന്നതാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ കുടുംബത്തിനാണ് കൂടുതൽ സപ്പോർട്ട് നൽകാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും വരുമ്പോഴത്തേക്കും സ്ത്രീകൾ പറയാറുണ്ട്, സിസ്റ്ററെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയ പോലെയൊക്കെ ഒന്ന് തോന്നിയെന്ന്. അപ്പം കുടുംബാംഗങ്ങൾ പറയാല്ല, ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഓർക്കും, പക്ഷേ കൂടെ ഉള്ളവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഹോർമോണൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രശ്നം. കാരണം എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഡോപ്പമൈൻ, സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ കെമിക്കൽസ് ആണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു റീഅപ്ടേക്ക് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം കിട്ടണമെന്നില്ല. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ അമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ ആ ഗർഭസ്ഥ ശിശുവിനെ സാരമായിട്ട് ബാധിക്കില്ലേ? അത് കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് കിട്ടുന്ന മുറിവുകൾ, അത് ഈ ജനിച്ചു വരുന്ന കുട്ടിക്ക് എങ്ങനെയാണ് ആ കുഞ്ഞിനെ സ്വാധീനിക്കാവുന്നത്? 2, ആ അമ്മ ഉപയോഗിക്കുന്ന ചില നിമിത്തങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത മെഡിസിൻ ആ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും? നമുക്കറിയാം, ഇപ്പം ഗർഭകാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ചില മെഡിസിനുകൾ കുട്ടികളുടെ ബൗദ്ധിക ശക്തിയെ, അതായത് ബുദ്ധിയെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില അംഗവൈകല്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ട്, ഡിസോർഡറുകളുണ്ട്, ഇതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ പലപ്പോഴും പല സ്ത്രീകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇതേപോലെ ചില മീറ്റിങ്ങുകളിൽ, ക്ലാസ്സുകളിൽ, സംവാദങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററെ, എൻ്റെ ആ കുഞ്ഞ് ജനിച്ച് ഇത്ര മിടുക്കിയായിട്ട് പോണ കാണുമ്പോൾ ഞാൻ ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഒരു കേസ് എന്നോടൊരു അമ്മ പങ്കുവച്ചൊരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഭർത്താവിനോട് പറയാൻ പേടിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പോഴത്തേക്കും പറയും, ഭർത്താവിൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ ഏകദേശം അവളുടെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്. അപ്പോൾ അതൊക്കെ വെച്ച് സ്വർണ്ണമൊക്കെ റെഡിയാക്കിയെന്ന് വെച്ചിട്ടും ഈ പെണ്ണിനൊരു കല്യാണം നടക്കാതെ പോകുന്നു.
അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഒരു കാര്യമാണ്, ശാരീരിക ബന്ധമൊക്കെ ഉണ്ടാകും, പക്ഷെ നീ സൂക്ഷിച്ചോളണം. ഇനി ഇൻ കേസ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെന്ന് വെക്കാൻ ഞാൻ ആളല്ല. കാരണം പെങ്ങളുടെ കല്യാണം നടക്കാതെ നീ പ്രഗ്നൻ്റ് ആയി ഒരു കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്താണ് ഈ പെണ്ണ് പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ പഠനങ്ങളിലൂടെയും അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ളൊരു ജീവിതവും മതപരമായിട്ടുള്ളൊരു ജീവിതവും ദൈവമാണ് ഇതെനിക്ക് തന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഈ അമ്മയ്ക്ക് അത് ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അമ്മ പറയുന്നത്, എൻ്റെ ദൈവമേ, ഇത് സ്പോണ്ടേനായിട്ട് പോകുവാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ എൻ്റെ കൈ കൊണ്ട് ഞാനൊരു കാര്യം കഴിക്കുന്നത് കൊണ്ട് ഒരു വൈദ്യസഹായം തേടി ഇത് ഇല്ലാണ്ടാക്കാനായിട്ട് എന്നെ അനുവദിക്കരുത്. ഇനി ഒരു ഭർത്താവില്ലാതെ ഒരമ്മ വളർത്തേണ്ടി വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്താം, പക്ഷേ ഈ കുഞ്ഞിനെ കളയാൻ എനിക്ക് പറ്റില്ല. അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ഈ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അമ്മയുടെ വീട്ടിൽ ചെന്ന് പറയുന്നു, അതായത് ഈ സ്ത്രീയുടെ അമ്മയോട് പറയുന്നു. അമ്മയും പറഞ്ഞു, ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഭർത്താവല്ലാതെ പിന്നെ ആരാ അറിയേണ്ടത്? അത് തന്നെയല്ല, അവൻ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല, നീ പറഞ്ഞേ പറ്റുള്ളൂ. അമ്മയും കുട്ടി സ്ത്രീ വരുന്നു, വീട്ടിൽ വന്ന് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഇത് ശരിയാകുന്ന കാര്യമല്ല, ഇത് അബോർഷൻ നടത്തണം. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കെ ഭർത്താവിൻ്റെ അമ്മ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, നിൻ്റെതല്ലെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിനൊരു കാരണം ഉണ്ടാവും. സ്ത്രീ പറഞ്ഞു, നടക്കില്ല, നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും കുഞ്ഞുണ്ടായതിനു ശേഷം DNA ടെസ്റ്റ് ഉണ്ടല്ലോ, വൈദ്യ പരിശോധനകളുണ്ടല്ലോ, അന്ന് ഞാൻ തെളിയിച്ചു തരാം എന്താണെന്നുള്ളത്, പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. അങ്ങനെ അന്ന്, അതായത് സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് ഭർത്താവിനോട് പറയാൻ വേണ്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്നു, പറയുന്നു. ബാക്കി 9 മാസക്കാലം ഭാര്യയുടെ വീട്ടിൽ തന്നെ ആയിരിക്കുന്നു. പ്രസവം എല്ലാം കഴിഞ്ഞു. അതിനുശേഷം കുഞ്ഞിന് ഒരു 5 വയസ്സാകുമ്പോഴാണ് ഈ ഭർത്താവ് തിരിച്ച് ഈ സ്ത്രീയെ കാണാനും കുഞ്ഞിനെ കാണാനും തിരിച്ചു വരുന്നത്. അപ്പം അത്രയും നാളും ഈ ഭാര്യയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച അവരുടെ വീട്ടുകാരാ ഇവരെ സംരക്ഷിച്ചത്. അവർ കട്ടയ്ക്ക്, നമ്മൾ പറയല്ലേ, കട്ടയ്ക്ക് സപ്പോർട്ടിന് നിന്നു. ഈ കുഞ്ഞുണ്ടായി 5 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ഇവർ വന്നു. അയാൾക്ക് തെറ്റ് മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നുള്ളൊരു കാര്യം മനസ്സിലായി. പിന്നീട് തിരിച്ചു കൊണ്ടുപോകുന്നു, അവർ ജീവിക്കുന്നു. എങ്കിലും ഈ അമ്മയ്ക്കറിയാം ഈ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈ കൊച്ച് എത്രമാത്രം നീറിയിട്ടുണ്ടെന്ന്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ, സിസ്റ്ററെ, പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് എൻ്റെ കൊച്ചിനെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, നിനക്കും ഇതുപോലെ തന്നെയല്ലേ ഒരു കാര്യം ഉണ്ടായത്? നീയും ഒരു പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതിനു ശേഷം വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ഔസേപ്പിതാവിനോട് പറയാനായിട്ട് നിനക്കും പറ്റിയിട്ടില്ലല്ലോ. ഇതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനും ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്, ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന്. തീർച്ചയായിട്ടും ആ കുഞ്ഞ് വളർന്നു വലുതായി. ഇപ്പോൾ അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ സദസ്സിലും പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അത്രയും നല്ല ഒരു സ്ഥിതിയിലേക്ക് അവരെത്തി നിൽക്കുന്നു. അപ്പോൾ അവിടെയാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരമ്മയുടെ ഉദരം തുറന്നു കൊടുക്കുമ്പോഴും ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശനമുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മമാരെ, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്കും ചിലപ്പോൾ ഗർഭകാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു അവസ്ഥയുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സംശയാതീതമായിട്ട് നിങ്ങൾ പലപ്പോഴും വൈകാരികമായിട്ട് തളർന്നു പോയ അവസ്ഥകളുണ്ടാകാം. പേടിക്കേണ്ട, അവിടെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നിങ്ങളുടെ കുഞ്ഞിനുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് ഇനിയും യുവതലമുറയോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഗർഭാവസ്ഥ, ഗർഭാരിഷ്ടതകൾ കുറച്ചൊന്നും അല്ല, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിലൂടെ കടന്നു പോയവരാണ്. ഒരു പ്രസവ സമയം, അത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതും ഒറ്റപ്പെട്ട രീതിയിൽ. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോഴത്തേക്കും പ്രസവ സമയത്ത് ഭർത്താവ് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ, അല്ലെ, നമ്മളെ ഈ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, അതായത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണോ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസിനൊക്കെ ഈ ഗർഭകാലത്തും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ പഴയ തലമുറയിൽ, ഇപ്പം എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ട് പാടത്ത് പണിയെടുക്കുന്നതിന് കയറിയാണ് പ്രസവിച്ചതെന്ന്. അപ്പോൾ അതും ഇതും തമ്മിൽ എങ്ങനെയാണ്, അപ്പോൾ അവർ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണോ ഈ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം? ഇതിൻ്റെ അകത്ത്
അതിനെ 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് ഫിസിയോളജിക്കലായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ വല്യമ്മമാർ പാടത്ത് പണിത് വന്ന് നെല്ല് കുത്തി, ആ കുത്തിയ അരി കൊണ്ട് ചോറുണ്ടാക്കി ഭർത്താവിനും കൊടുത്ത് മക്കൾക്കും കൊടുത്ത് ബാക്കി കഞ്ഞിവെള്ളം ഊറ്റി കുടിച്ച് ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെസിലിയൻസ് എന്ന് പറയുന്നത് അവരത് നേടിയെടുത്തു. അന്നത്തെ പ്രകൃതിയും അന്നത്തെ ആ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും അല്ലെങ്കിൽ അന്നത്തെ ഒരു ജൈവ സംരക്ഷണവുമെല്ലാം ആ രീതിയിലായിരുന്നു. ഇന്നത് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിയ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ചേഞ്ചസ് നമുക്കുണ്ട്. ഇതോടൊപ്പം തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഒരു നമ്മുടെ വല്യമ്മച്ചിമാരോടൊക്കെ ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അമ്മായിയമ്മയൊക്കെ നമ്മൾ പറയണ ഈ അമ്മായിയമ്മ പോരൊക്കെ എടുത്തിരുന്ന അന്നത്തെ ഒരു സാഹചര്യവും ഇന്നത്തെ ഒരു സാഹചര്യവും വെച്ച് നോക്കിയാൽ പറ്റില്ല അല്ലേ. അപ്പോൾ മാനസികമായിട്ടുള്ള കുറച്ചുകൂടി ഒരു ഉറപ്പ്, നമ്മൾ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാറ്റങ്ങൾ വന്നു. ഇതോടൊപ്പം തന്നെ സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ, സാമൂഹ്യ നിലപാടുകളിൽ, സാമൂഹ്യ ദർശനത്തിൽ മാറ്റങ്ങൾ വന്നു അല്ലേ. ഇപ്പോൾ പണ്ട് കാലത്തൊരു സ്ത്രീ ഗർഭിണിയാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായി ഇനി പ്രസവിക്കും, അത് കഴിഞ്ഞ് 28 കിട്ടും, അങ്ങനെയൊക്കെ അങ്ങ് പോകും, പിന്നെ മാമോദിസയാവും അല്ലേ. ആ ഒരു രീതിയിൽ അതങ്ങ് കടന്നു പോകും. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഓരോ ഈവൻറ്റിനെയും സെലിബ്രേഷൻസ് കൂടി. അപ്പോൾ ഇത് തന്നെ കുറേ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഗർഭകാലത്ത് ഒരു ഗർഭിണിയായ സ്ത്രീ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഒരു അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന് പറയുന്ന ഭർത്താക്കന്മാരും പല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം പലപ്പോഴും ഭർത്താക്കന്മാർ പറയുന്നൊരു കാര്യമാണ്, ഭാര്യയുടെയും സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ അല്ലെ ഭാര്യ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ഞെരുങ്ങുന്ന ഒരു സമൂഹമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലും പണ്ടും ഈ ഭർത്താക്കന്മാരും അപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലും ഇവർക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇപ്പോൾ ഭാര്യമാർ അവരോട് പ്രൈവറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലേ. അവരൊരുമിച്ചായിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട്, അമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലെ ചേച്ചി അങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സ് മുഴുവനും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ബസ്റ്റേഴ്സ് പോലെയാണ്. കാരണം അവിടെയും ഇവിടെയും ഒരു പക്ഷം ചേരാതെ നോൺ ബയാസ്ഡ് ആയിട്ട് പക്ഷപാത ഒരു രഹിതമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ ഇപ്പം ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു ഡ്യൂറിങ് പ്രഗ്നൻസിയിലുള്ള വിമനെ പോലെ തന്നെ ഭാര്യമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ പ്രോഗ്രാമൊക്കെ ഹസ്ബൻഡിന് കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡ്യൂറിങ് പ്രഗ്നൻസി കാലഘട്ടത്തിൽ അവരുടെ ഭർത്താക്കന്മാർക്കും അവരുടെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, കല്യാണം കഴിച്ച സമയത്ത് കണ്ട ഭാര്യയല്ല ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ അവർ കാണുന്നത്. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വൈകാരിക അവസ്ഥയിൽ മാറ്റം വന്നു, ഫിസിയോളജിക്കലി അപ്പിയറൻസിൽ മാറ്റം വന്നു, അതുമൂലമുണ്ടായേക്കുന്ന ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു, അവളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ സാധാരണ ഭർത്താക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചേച്ചി അവിടെ ഇരുന്ന് കരയണ കണ്ടു, എന്തിനാന്ന് ചോദിക്കാൻ ചെല്ലാൻ പേടി. കാരണം ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്താണ് ഉണ്ടാകണേന്ന് അറിയത്തില്ല. അപ്പം നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് നേരത്തെ മുൻകൂട്ടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷണൽ വേവ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഭർത്താക്കന്മാർക്കും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഫാമിലി ഒന്നാകെ നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുള്ളത്. ഫാമിലിയിൽ കുടുംബം നോക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞുണ്ടാകുന്നു, അതിങ്ങനെ എൻ്റെ അതായത് ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയും എൻ്റെ മകൻ്റെ മൂക്കും കണ്ണും ഒക്കെ വേണം, അല്ലെങ്കിൽ ഇന്ന കുട്ടിയായിരിക്കണം, ഡിമാൻഡുകൾ വെക്കുന്നു. ഭാര്യയുടെ വീട്ടുകാർ പറയും ഓക്കെ എൻ്റെ മകളുടെ കൊച്ചല്ലേ, അപ്പം ഇന്ന കളറ് വേണം, വല്യപ്പനെ പോലെ ഇരിക്കണം, വല്യമ്മയെ പോലെ സംസാരിക്കണം എന്നൊക്കെ പറയും. അപ്പം പലരും പല ഡിമാൻഡുകൾ പറയുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആരാണ്? സ്ത്രീകളായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, മറ്റുള്ളവർ, കുടുംബമാകാം, സമൂഹമാകാം, സഭയാകാം, ഞങ്ങളെപ്പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാകാം, ഇവരൊക്കെ
അവരോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഗർഭകാലത്തിൽ ഉള്ള ഒരു സ്ത്രീയോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് കാണിക്കേണ്ട കരുണ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അമ്മമാരോടും അല്ലെ അമ്മമാരാകാനായിട്ടിരിക്കുന്നവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കടന്നു പോകേണ്ട അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണത് ഒരു ഗർഭകാലം എന്നൊക്കെ. ഇപ്പോൾ ചിലരൊക്കെ വിവാഹം വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമൊക്കെ പല പെൺകുട്ടികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രഗ്നൻ്റ് ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല, പിന്നെ ജന്മം കൊടുത്തു കഴിഞ്ഞ് ഇതിനെയൊക്കെ വളർത്തണ്ടേ, ഞങ്ങൾക്ക് പറ്റില്ല, അപ്പോൾ ഞങ്ങൾ പാടുപെട്ടാണ് ജീവിക്കുന്നത്, ഇനി വേറൊരു കുട്ടിയെ കൂടി കൊണ്ടുവരാൻ പറ്റില്ല. ഇതോടൊപ്പം ചില പെൺകുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, ഞാനുണ്ടായപ്പോൾ, അതായത് ആ കുട്ടി ആ വീട്ടിലുണ്ടായപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി ഞാനായിട്ട് വേറൊരാൾക്ക് ജന്മം കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്താധാരകളൊക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ ഗതി മാറും. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പെരുകി വർദ്ധിച്ച് ഭൂമി കീഴടക്കാനും ആ ഒരു സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്മകൾ ഉണ്ടാകുന്ന ആ സൃഷ്ടിയുടെ പ്രക്രിയയെ നമുക്കാർക്കും തടുക്കാനാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല എന്ന് നിങ്ങൾ അമ്മമാർ വേണം യങ് ജനറേഷനോട് പറഞ്ഞു കൊടുക്കാൻ. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ട് എങ്കിൽ അവർക്കൊരു സാമീപ്യമായിട്ട്, അവർക്കൊരു സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടുന്ന് അടുത്തിരിക്കാൻ നേരമില്ലെങ്കിൽ അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടിരിക്കാനായിട്ട്, അടുത്തിരിക്കാനായിട്ട്, അവരോടൊപ്പമായിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ചർച്ചയുടെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല രീതിയിൽ വൈകാരികമായിട്ടുള്ള പല അവസ്ഥകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ ഒരു മാതൃത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നാം, ഗർഭകാല അവസ്ഥയിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു പരിചരണമോ സ്നേഹമോ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അവരോർക്കുക, ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കിട്ടിയിരുന്നില്ല എങ്കിൽ പോലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാരുടെ വിശുദ്ധരുടെ എല്ലാം ഒരു സാമീപ്യം നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും ആനയിച്ചു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഗർഭകാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വളരെയാണ്. അത് മനസ്സിലാക്കുക, അത് കൂടെ നിൽക്കുക, കൂട്ടിനുണ്ടാവുക. അവൾക്ക് സന്തോഷം കൊടുക്കുന്നത് വഴി ആ കുഞ്ഞിനാണ് നിങ്ങൾ സന്തോഷം കൊടുക്കുന്നത്. ആ കുഞ്ഞിന് സന്തോഷം കൊടുക്കുന്നത് വഴി ഒരു വലിയൊരു കുടുംബത്തെയാണ് നിങ്ങൾ സന്തോഷമുള്ളവരാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഗർഭകാലം കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരു കാലം ഇല്ലല്ലോ എന്നോർത്തിരിക്കുന്നവർക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുണ്ട് കൂടെ എന്ന്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക്, അവരുടെ കൂടെ ആയിരിക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് ഭർത്താവും ഭാര്യയും കടന്നു വരുവാൻ, കുടുംബം ഒന്നിച്ചായിരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ, ഇനിയും ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ കയ്യേറ്റു വാങ്ങാനായിട്ട് നല്ല സുമനസ്സുകളുള്ള അമ്മമാർ ഉണ്ടാകട്ടെ. അതിന് യുവതികളെ, നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ ഒരുക്കിയെടുക്കുവാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങാം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം അമ്മയായതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ചർച്ചയിൽ വളരെ പ്രസരിപ്പോടെ പങ്കെടുത്ത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ എല്ലാ മാതൃവേദി അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയമായി ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.